ഹായ് ഹലോ. ഇന്ന് ഞാൻ നടീലും വിളവെടുപ്പുമായിട്ടൊന്നല്ല കേട്ടോ വന്നത്. ഇന്ന് ഞാനെൻ്റെ തക്കാളിയൊക്കെ കാണിക്കണത്, ഞാൻ ഈ തക്കാളിക്കൊക്കെ ഇട്ടെടുക്കുന്ന ഒരു ജൈവവളം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണല്ലോ പച്ചക്കറി വേസ്റ്റ്. നമ്മളത് അവിടെയും ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ പച്ചക്കറിക്ക് വേണ്ട വളങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഞാനിന്ന് ഉണ്ടാക്കണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തക്കാളിയൊക്കെ കാണിക്കണം. ഈ തക്കാളിൻ്റെയൊക്കെ പവർ കണ്ടില്ലേ? ഇതിനൊക്കെ ഞാൻ ഈ കമ്പോസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത്. എന്ത് ഉഷാറിലാണ്, എന്ത് വലുപ്പത്തിലാണ് അറിയാം തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കണുണ്ടല്ലേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം കേട്ടോ. അവർ നമ്മൾ ആദ്യം ഒരു ബക്കറ്റ് എടുക്കുക. ഹോളുള്ള ബക്കറ്റ് വേണം കേട്ടോ, ഹോളില്ലാത്ത ബക്കറ്റ് എടുക്കരുത്. അപ്പോൾ നമുക്കിത് കമ്പോസ്റ്റായി കിട്ടൂല, അതൊക്കെ ചീഞ്ഞ് ഇതാവും. അപ്പോൾ നമ്മൾ കുറച്ച് ചകിരിച്ചോറിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറാണ്. നമ്മൾ ഈ ചകിരിച്ചോറ് ആദ്യം കുറച്ചിട്ടിട്ട് നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ ഒന്നിന് വിതറി കൊടുക്കണം. പിന്നെ ഞാൻ ചക്ക നന്നാക്കിയ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചതാണ്. എല്ലാ വേസ്റ്റും ഇടാം കേട്ടോ, ഇന്ന വേസ്റ്റ് ഒന്നുമില്ല, എല്ലാ പച്ചക്കറി വേസ്റ്റും നമുക്ക് ഇതിലിടാം. 2-3 മാസം ഇരിക്കുമ്പോഴത്തേന് നല്ല പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് ആയിട്ടുണ്ടാകും. നമ്മുടെ കൈ കൊണ്ട് നമുക്കിങ്ങനെ മണ്ണ് വാരിയിടണ മാതിരി വാരിയിടാം. ഒരു സ്മെല്ലോ ഒരു പുഴുക്കളോ ഒന്നും ഉണ്ടാവില്ല. നല്ല കമ്പോസ്റ്റ് ആയിക്കാരം. നമ്മൾ കടയിൽ നിന്ന് എന്തിനാ കമ്പോസ്റ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, എന്തോ വില കൊടുക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 5 പൈസക്ക് ചിലവില്ല. നമുക്ക് ചകിരിച്ചോറ് ഇല്ലാത്തവർക്ക് കുറച്ച് ചകിരിച്ചോറ് കടയിൽ നിന്ന് വാങ്ങണമെന്നേ ഉള്ളൂ. ചകിരിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വീട്ടിൽ തന്നെ ആ ചകിരി ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിൻ്റെ നിറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ഇങ്ങനെ വിതറിയിട്ട് നല്ലൊരു മൂടി എടുത്തിട്ടേ നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. 2 മാസത്തിന് പിന്നെ ഇത് തുറന്ന് നോക്കുകയേ ചെയ്യരുത്. ചുവട്ടിലൊരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിന്ന് കമ്പോസ്റ്റ് ആവുന്നതനുസരിച്ച് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരും. അപ്പോൾ ആ വെള്ളം അതും നല്ലൊരു വളമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാണ്. ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അയക്കണോ, ഏകദേശമൊക്കെ അയക്കണോ. എന്നാൽ കുറച്ചും കൂടെ ഉണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് കമ്പോസ്റ്റായി വരാനുണ്ട്. കുറച്ചും കൂടി ഒരു 15 ദിവസം കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും. ഇത് ഞാൻ ഇപ്പോൾ നോമ്പിനിട്ടതാണ് കേട്ടോ, ഇതായിട്ടില്ല കണ്ടോ. ഇതാണ് കമ്പോസ്റ്റ് ആയത്. ഇത് ഞാനിപ്പോൾ 2.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നോമ്പിൻ്റെയൊക്കെ 1 മാസം മുന്നേ, 1.5 മാസം മുന്നേ ആക്കി വെച്ചതാണ്. ഇതൊക്കെ ഒരു ബക്കറ്റ് നിറച്ചിടുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇനി ഇത് കമ്പോസ്റ്റായി വരുമ്പോൾ. നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ, മണ്ണ് വാരിയിടണ മാതിരി നമുക്ക് തോന്നും. ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുമില്ല ഇതിലിട്ടോ. ഇതാണ് എൻ്റെ പച്ചക്കറിക്ക് ഇടുന്ന വളം കേട്ടോ, ജൈവവളങ്ങൾ. നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.